അവരുടെ പോക്ക് കണ്ട് ഒരു ചിരിയോടെ ആയുഷ് റൂമിലേക്ക് തന്നെ കയറി. ഇടി ഏട്ടത്തി, ഏട്ടൻ നല്ല ദേഷ്യത്തിലാണല്ലോ, നിന്നെ വല്ലതും പറഞ്ഞോ? അവളുടെ കയ്യും പിടിച്ച് വലിച്ച് നടക്കുന്നതിനിടയിൽ ഹർഷൻ അവളോട് ചോദിച്ചു. ഇഷാനിയുടെ മനസ്സിൽ കുറച്ചു മുൻപ് ആയുഷിൽ കണ്ട നിരാശയായിരുന്നു. നാണത്താൽ ചുമന്ന അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്താടി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതോ ഇനി ഏട്ടൻ നിന്നെ തല്ലിയോ? അവളുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല ഹർഷേട്ടാ, അച്ചോട്ടൻ എന്നെ ഒന്നും പറഞ്ഞില്ല, എന്നോട് ദേഷ്യവും ഇല്ല. പിന്നെ എന്തിനാടി എന്നെ കടിച്ചു കയറാൻ വന്നേ? അത് പിന്നെ ബാക്കി പറ. അത് പിന്നെ ഹർഷേട്ടൻ കട്ടുറുമ്പായില്ലേ? അതാ എന്ന് വെച്ചാൽ നിങ്ങൾ? ഓ മൈ ഗോഡ്, അയ്യേ മോശം. നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോടി? ഞാൻ എന്ത് പറയാൻ? അല്ലടി, അത് മോശമായിപ്പോയി അല്ലേ? ഞാൻ വരാൻ പാടില്ലായിരുന്നു. അങ്ങേര് കലിപ്പായിരുന്നല്ലോ, അതാ ഞാൻ. സത്യം പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ വന്നതാ. നടന്നുകൊണ്ടിരുന്ന അവൻ നടത്തം നിർത്തി അവളെ നോക്കി ജാളിതയോടെ പറഞ്ഞു. എന്നെ രക്ഷിച്ചല്ലോ, പിന്നെ ഇത്രയ്ക്ക് സങ്കടപ്പെടണ്ട. കടുവ ഇതിനെ പകരം വിട്ടാതിരിക്കില്ല. ഹർഷേട്ടൻ കഴിഞ്ഞ ജന്മത്തിൽ അച്ചോട്ടൻ്റെ ശത്രുവായിരുന്നു എന്നൊക്കെ സംശയം പറയുന്നത് കേട്ടു. അടക്കി പിടിച്ച ചിരിയോടെ അവൾ അവനോട് പറഞ്ഞു. അയ്യോ, അപ്പോൾ എൻ്റെ ആദ്യരാത്രി? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ജൂലിയെ കെട്ടി ഇങ്ങോട്ട് വരാതെ വല്ല കുളു മണാലിയിൽ എങ്ങാനും പോയി ഹണിമൂൺ ആഘോഷിക്കേണ്ടി വരും. നീ കാര്യമായിട്ടാണോ? അതേല്ലോ. ഇല്ല, അതിന് ഞാൻ ഇന്ന് തന്നെ പോംവഴി കണ്ടെത്തും. എന്ത് പോംവഴി? ഈഷാനി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അതിപ്പോൾ ഞാൻ കൂലിയെ ഒന്ന് വിളിക്കട്ടെ. ഹർഷൻ ഹാളിൽ സോഫയിലിരുന്ന് ഫോൺ എടുത്ത് ജൂലിയെ വിളിച്ചു. എന്താടാ, നീ ആരെയാ വിളിക്കുന്നത്? മഹി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എടാ, നീ കൂടെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവളെ ഇപ്പോൾ വിളിക്കാൻ പോയത്? അതെ, അതിനിപ്പോൾ എന്താടി ഏട്ടത്തി? കേട്ടല്ലോ, ഇത് ഏട്ടനോടൊന്ന് പറയണേ. എന്തെങ്കിലും പണി ഏട്ടൻ തരുന്നുണ്ടോ എങ്കിൽ ഇവന് കൂടി കൊടുക്കാൻ പറയണം. ഹർഷൻ മഹി കേൾക്കാതെ സ്വകാര്യമായി അവളോട് പറഞ്ഞു. പറയാം. എന്താടാ ഒരു സ്വകാര്യം? ഒന്നുമില്ലടാ, നിൻ്റെയും അഭിയുടെയും വിവാഹം പെട്ടെന്ന് നടത്തുന്ന കാര്യം ഏട്ടനോടൊന്ന് പറയാൻ പറയുമായിരുന്നു അല്ലേ ഏട്ടത്തി? അതെ. അതെന്താ ഞാൻ കേട്ടാൽ? കല്യാണച്ചക്കൻ്റെ മുന്നിൽ വെച്ച് കല്യാണക്കാര്യം പറയുന്നത് മോശമല്ലേ? അതാ. എന്ത് മോശം? അതൊക്കെയുണ്ട്. നീ ഒന്ന് വായടയ്ക്ക്. ഈ പെണ്ണെന്താ ഫോൺ എടുക്കാത്തെ? ജൂലിക്ക് കോൾ ചെയ്തുകൊണ്ട് ഹർഷൻ പിറുപിറുത്തു. ഹലോ എടി കൂലി മുത്തേ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കുളമായി. അവൾ ഫോൺ എടുത്തപാടെ ഹർഷൻ പറഞ്ഞു. ദേ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കുട്ടികളുടെ അച്ഛനാണെന്ന് ഞാനങ്ങ് മറക്കും. പറഞ്ഞേക്കാം. അയ്യോ എടി, ഒരു കയ്യബദ്ധം. അത് പിന്നെ ഞാനേ. മഹി അവൻ്റെ സംസാരം ശ്രദ്ധിക്കുന്നത് കണ്ടതും അവനെ ഒന്ന് പുച്ഛിച്ചു നോക്കിക്കൊണ്ട് ഹർഷൻ അവിടുന്ന് മാറി നിന്നു. ഈഷു, എന്താ മഹിയേട്ടാ? ശരിക്കും എന്താടി പ്രശ്നം? ഒന്നുമില്ല. അത് പിന്നെ ഈ ശാന്തി മുഹൂർത്തം ഇല്ലേ, അതിന് സമയം കുറിക്കാൻ പോകുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാളും ഒന്ന് തെളിച്ച് പറയടി. ഒന്നുമില്ല എൻ്റെ മഹിയേട്ടാ, ഞാൻ ഹർഷേട്ടനെ കളിപ്പിക്കാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞതാ. മഹിയോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ശാരദാമ്മേ, സുഖമാണോ? ജോലിയൊക്കെ കഴിഞ്ഞോ? സുഖമാണ് മോളെ. ദേ ഈ കറി കൂടി ഇറക്കി വെച്ച രാത്രിയിലേക്കുള്ളതൊക്കെ ആയി. നേരത്തെ ആണല്ലോ ഇന്ന്. ഈയിടെയായിട്ട് അധികം നേരം നിൽക്കാൻ വയ്യ, ഭയങ്കര വേദനയാ. എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? അതിൻ്റെ ആവശ്യമില്ല മോളെ, തൈലമിട്ട് ഒഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. എന്നാലും നാളെ ഒന്ന് ഡോക്ടറെ കാണണം, അതാ നല്ലത്. ഞാൻ അച്ചുവേട്ടനോട് പറയാം. അയ്യോ മോളെ വേണ്ട, സാറിന് ദേഷ്യമാവും. മോളുടെ പ്രസവത്തിനായി അടുത്ത മാസത്തെ ശമ്പളം കൂടി വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇതുകൂടി പറഞ്ഞാൽ ഈ ജോലി വരെ ചിലപ്പോൾ നഷ്ടമാവും മോളെ. അത് വേണ്ട. ഇല്ലെന്നേ, അച്ചുവേട്ടനൊന്നും പറയില്ല. പിന്നെ ഇപ്പോൾ ശാരദമ്മ പോയി കിടന്നു, എല്ലാവർക്കും ഞാൻ എടുത്ത് കൊടുത്തോളാം. ചെല്ല്. അത് മോളെ. അവർ തെല്ലുമടിയോടെ പോകാതെ അവിടെ തന്നെ നിന്നു. പൊയ്ക്കോ ശാരദാമ്മേ, ഞാനല്ലേ പറയണേ. വയ്യാതെ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട. ഇവിടെ ഇനി അധികം ജോലിയൊന്നുമില്ലല്ലോ, ഞാൻ നോക്കിക്കോളാം. വളരെ സ്നേഹത്തോടെ അവരെ നിർബന്ധിച്ചു പറഞ്ഞു ചോദിച്ചു അവൾ കൈയൊഴിഞ്ഞു. അടുക്കളയിൽ വന്ന് മറ്റെവിടെയോ നോക്കി പറയുന്ന ഹർഷനെ കണ്ട് അവൾക്ക് ചിരി വന്നു. അവൾ അവൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് നുള്ളി നോവിച്ചു. ഡി ഏട്ടത്തി, ശരിക്കും ഏട്ടന് എന്നോട് ദേഷ്യം തോന്നി കാണുമോ? അവൻ ചെറിയ വിഷമത്തോടെ അവളോട് ചോദിച്ചു. എൻ്റെ കണ്ണാ, എന്താ എൻ്റെ ഹർഷേട്ടന് പറ്റിയേ? ഞാനൊരു കളി പറഞ്ഞതല്ലേ. അച്ചുവേട്ടന് ഒരു ദേഷ്യവും ഇല്ല ഹർഷേട്ട. കടുവ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പവുമില്ല. വന്നേ, ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. എല്ലാവരെയും ഒന്ന് വിളിച്ചേ. പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നു. അവർക്കുള്ളതെല്ലാം എടുത്തു കൊടുത്തു ഈഷാനി. അവൾ ജോലി ചെയ്യുന്നത് കണ്ടതും ആയുഷ് അവളെ ഒന്ന് നോക്കി. അമ്മയ്ക്ക് തീരെ വയ്യ, കാലുവേദനയാണ്. ഞാൻ പറഞ്ഞതാ പോയി കിടന്നോളാൻ. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരാളെ കൂടി നോക്കാതെ ജോലിക്ക്. അവളോടൊന്ന് മൂളിക്കൊണ്ട് ആയുഷ് ആദിയോടായി പറഞ്ഞു. അയ്യോ ശാരദാമ്മയെ പറഞ്ഞയക്കല്ലേ, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ കിടക്കാൻ. പാവമാ.
ആയുഷിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എല്ലാവരും അവളെ തന്നെ നോക്കുകയാണ്. ആയുഷിന് ദേഷ്യം വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അവൻ പക്ഷേ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർക്കൊരു സഹായത്തിനാണ് ആനി. അവരെ ഒഴിവാക്കി മറ്റൊരാളെ നിർത്താൻ വേണ്ടിയല്ല. അവൻ കഴിച്ചുകൊണ്ട് തന്നെ അവളോട് മറുപടി പറഞ്ഞു. ആ, അത് മതി, അതാ നല്ലത്, അവളും പറഞ്ഞു. അപ്പോഴും അവളുടെ കൈ അവൻ്റെ കൈത്തണ്ടയിൽ തന്നെയായിരുന്നു. ഹർഷനും മഹിയും ഒരു കള്ളച്ചിരിയോടെ അത് നോക്കുമ്പോൾ ഇന്ദിരയും കൃഷ്ണനും അഭിയും ആദിയും ആയുഷിനും ഒട്ടും ദേഷ്യം വരുന്നില്ല എന്ന അത്ഭുതത്തിലായിരുന്നു. അവൻ കഴിച്ച് എഴുന്നേറ്റതും കൈ കഴുകാൻ വേണ്ടി നടന്നപ്പോൾ യാദൃച്ഛികമായി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളും പോയി. അത് പിന്നെ അച്ചുവേട്ടാ, നാളെ ശാരദാമ്മ വന്ന് ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ അല്ലേ? അത് കേട്ടപ്പോൾ അവൻ വീണ്ടും അവളെ ഒന്ന് നോക്കി. പാവ, നല്ല വേദനയാണ്. പൊക്കോട്ടെ, നീ ചെന്ന് ഫുഡ് കഴിക്കുക. അവൻ സമ്മതിച്ചതും അവൾ പുഞ്ചിരിയോടെ ഭക്ഷണം കഴിക്കാനായി ഹർഷൻ്റെ അടുത്ത് പോയി ഇരുന്നു. ആയുഷ് കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാം കഴിച്ച് എഴുന്നേറ്റ് പോയി. മഹി കാൾ വന്നപ്പോൾ അതെടുത്ത് സംസാരിക്കുകയായിരുന്നു. ഈശാനി ബാക്കി വന്ന ഭക്ഷണം എല്ലാം എടുത്തു വയ്ക്കാൻ നിന്നു. ഡി ഏട്ടത്തി, ഞാൻ സഹായിക്കണോ? ആ, എല്ലാവരും കഴിച്ച പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ചേ. ഡി, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ആണോ? എന്നാൽ ഞാൻ പറഞ്ഞത് കാര്യമായിട്ടാ. അതൊക്കെ ഇങ്ങനെ എടുത്തേ ഹർഷേട്ടാ, ചുമ്മാ നിൽക്കാതെ. വന്ന് നീ ശരിക്കും ഒരു ഏട്ടത്തി ആവുന്നുണ്ട് കേട്ടോ. അവൻ ഓരോ പ്ലേറ്റായി അവൾക്ക് കഴുകാൻ എടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ ശരിക്കും ഏട്ടത്തിയല്ലേ? അതല്ലടി, എന്തൊക്കെയോ ഒരു മാറ്റം. നിനക്കിപ്പോൾ ഏട്ടനെ തീരെ പേടിയില്ലേ? ഇല്ലല്ലോ, എന്തേ? നത്തിങ്, ചുമ്മാതെ ചോദിച്ചതാ. ആ കായ് നീട്ടിയേ, എന്നിട്ട് ഇതൊക്കെ പിടിച്ചേ. അവിടെ ഉണ്ടായിരുന്ന പച്ചക്കറിയെല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ എന്തിനാ എനിക്ക്? ഇങ്ങോട്ട് വാ, ഫ്രിഡ്ജിൽ വെക്കാനാ. കുറേ നേരം കഴിഞ്ഞിട്ടും ഈശാനിയെ റൂമിലേക്ക് കാണാതെ വന്നപ്പോൾ ആയുഷ് അവളെ തിരഞ്ഞ് അടുക്കളയിലേക്ക് വന്നു. അവിടെ ഹർഷൻ കുറേ പച്ചക്കറിയും പിടിച്ച് നിൽക്കുന്നു. ഈശാനി അതിൽ നിന്ന് ഓരോന്നായി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു. എന്തൊക്കെയോ പറയുന്നുമുണ്ട്. ഈ രണ്ടിന് ഇരട്ട പെറ്റതാണോ? അറിയാതെ അവൻ ഓർത്തുപോയി. കഴിഞ്ഞില്ലേ? ആ, ഏട്ടൻ വന്നോ? ഒന്നെങ്കിൽ വന്നേ ഏട്ടാ. എന്താടാ? ആയുഷ് അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ദേ, ഇതൊന്ന് പിടിച്ചേ, എന്നിട്ട് ഭാര്യയ്ക്ക് ഇവിടെ കൂട്ടിരിക്കുക. എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത നടുവേദന. അവൻ്റെ കയ്യിലുള്ള പച്ചക്കറി മുഴുവൻ ആയുഷിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഹർഷൻ പറഞ്ഞു. ഡാ, ഗുഡ് നൈറ്റ് ഏട്ടാ. അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടു. ആയുഷ് ഈശാനി ഒന്ന് നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. നിന്ന് ഇളിക്കാതെ പെട്ടെന്ന് എടുത്തു വയ്ക്കടി. അവൻ്റെ ദേഷ്യം കാണാൻ ഈശാനിയുടെ ചുണ്ടൊന്ന് കൂർത്തു. പിന്നെ അവനെ നോക്കാതെ ഓരോന്നായി എടുത്തു വെച്ചു. അപ്പോഴാണ് മഹി ഫോൺ ചെയ്തു കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്നത്. അടുക്കളയിൽ നിൽക്കുന്ന ആയുഷിനെ കണ്ടപ്പോൾ കുറച്ച് ശബ്ദത്തിൽ ഒന്ന് ചുമച്ചു. എന്താടാ? ആയുഷ് അവനെ കനപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, എന്ത്? എനിക്കൊന്ന് ചുമയ്ക്കാൻ പാടില്ലേ? പോയി കിടന്നുറങ്ങടാ. ഓ, നമ്മൾ പോയേ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഈഷു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മഹി ഏട്ടാ. കഴിഞ്ഞില്ലേ ആനി? ഇപ്പോൾ കഴിയും അച്ചുവേട്ടാ. നീ ഇങ്ങോട്ട് മാറിയേ. എന്തിനാ? മാറി നിൽക്കടി. അവളെ അവിടുന്ന് മാറ്റിക്കൊണ്ട് ആയുഷ് കയ്യിലുള്ള പച്ചക്കറിയെല്ലാം ഒരുമിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അയ്യേ, ഇങ്ങനെയാണോ വെക്കുന്നത്? ആ, ഇങ്ങനെ മതി. നീ വരാൻ നോക്ക്. ഈ രാത്രി അവൾ പച്ചക്കറി വെച്ച് പൂക്കളം ഇടാൻ നിൽക്കുന്നു. ശരിക്കും കടുവ തന്നെ. അവൻ കേൾക്കാതെ ഞൊടിഞ്ഞു. നീ എന്താ പറഞ്ഞേ? ഓ, ഒന്നുമില്ല അച്ചുവേട്ടാ. നീ അങ്ങോട്ട് വാ, ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി തരുന്നുണ്ട്. കള്ളച്ചിരിയോടെ അവളെ നോക്കി അത് പറയുമ്പോൾ ഈശാനിയുടെ കണ്ണിലെ പിടപ്പ് അവൻ ആസ്വദിക്കുകയായിരുന്നു. അത് പിന്നെ അച്ചുവേട്ടാ, ഞാനിന്ന് മുത്തശ്ശിയുടെ കൂടെ കിടന്നാലോ എന്ന ആലോചിക്കുന്നത്. അത് ബുദ്ധിമുട്ടാവും ആനി. അവൻ അവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല, മുത്തശ്ശിക്ക് സന്തോഷമാവും. മുത്തശ്ശിക്കല്ല, നിന്റെ അച്ചുവേട്ടനെ ബുദ്ധിമുട്ടാവുമെന്നാ പറഞ്ഞത്. ആണോ? എന്നാ വേണ്ട. അപ്പോൾ അങ്ങനെ പോകാം. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. ആ, അച്ചുവേട്ടൻ നടന്നു. ഞാനേ ശാരദാമ്മയ്ക്ക് കാലിൽ തൈലം ഇട്ട് കൊടുത്തിട്ട് വരാം. വാട്ട്? ആ, തനിയെ ഇടാൻ പാവമല്ലേ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ആനി, എല്ലാവരും നിനക്ക് പാവം, ഈ ഞാനൊഴികെ അല്ലേ? ഇനി നടപ്പില്ല പെണ്ണേ. ഇങ്ങ് വന്നേ. ഇതിൽ കൂടുതൽ ക്ഷമിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ആനി. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് വന്നേ. അവരെ നാളെ ഹോസ്പിറ്റലിൽ കാണിക്കാം നമുക്ക്. പറഞ്ഞു തീരും മുന്നേ അവൻ്റെ കൈകൾ അവളെ കോരിയെടുത്തിരുന്നു. എൻ്റെ കണ്ണാ, എന്തായി കാണിക്കണേ? എന്നെ താഴെ ഇറക്കിയേ അച്ചുവേട്ടാ. ആരെങ്കിലും കാണും. കണ്ടോട്ടെ, ഞാൻ എൻ്റെ ഭാര്യയല്ലേ അടുത്ത ആനി. വേണ്ട, ഞാൻ നടന്നോളാം. ദേ, അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തില്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ പിടയ്ക്കാതെ അടങ്ങിക്കിടക്ക്. അവൻ അവളെ എടുത്തു ഉയർത്തിക്കൊണ്ട് പടികൾ ഓരോന്നും കയറി. അപ്പോഴാണ് ഹർഷൻ അവൻ്റെ റൂമിലേക്കുള്ള വെള്ളം എടുക്കുവാൻ വേണ്ടി വന്നത്. ഈശാനിയെ എടുത്തുകൊണ്ടുവരുന്ന ആയുഷിനെ അവൻ കണ്ണുമിഴിച്ച് നോക്കി. എന്താടാ? ഒന്നുമില്ല, വെള്ളം എടുക്കാൻ വന്നതാ. ആ, പോയി എടുത്തു. പിന്നെ പോരുമ്പോൾ ആ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തേക്ക്. ആ ഏട്ടാ, ചെയ്യാം.
ഈശാനി ഹർഷൻ്റെ ശബ്ദം കേട്ട നിമിഷം മുതൽ ആയുഷിൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അവനെ നോക്കിയതേ ഇല്ല. ഏട്ടാ, ഹാപ്പി നൈറ്റ്. റൂമിലേക്ക് കയറിപ്പോകുന്ന ആയുഷിനോട് ഹർഷൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പോയി കിടന്നുറങ്ങടാ, ആയുഷ് പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറി ഡോർ അടച്ചു. ആയുഷ് ഡോർ അടച്ച ശബ്ദം കേട്ടപ്പോഴാണ് ഈശാനി അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ച മുഖം ഉയർത്തിയത്. ശേഷം അവനെ നോക്കി അവൻ്റെ നെഞ്ചിലൊന്ന് നുള്ളി. ഹൗ, എന്താടി? ഹർഷേട്ടൻ കണ്ടില്ലേ? ഇപ്പോൾ നാളെ എന്നെ കളിയാക്കി കൊല്ലും. ഇല്ല, നാളെ അവൻ നിന്നെ കളിയാക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. പോരെ? ഉറപ്പാണേ? എന്നാ എന്നെ താഴെ ഇറക്കിയേ. ഇറങ്ങണോ? പിന്നെ ഇറങ്ങാതെ എനിക്ക് കുളിക്കണം. അത് പറയണ്ടേ? വാ, ഞാൻ കുളിപ്പിക്കാം. അയ്യേ! അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതറി താഴെ ഇറങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. അവിടുന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ മാറാൻ ഡ്രസ്സൊന്നും എടുത്തില്ലെന്ന് ഓർമ്മ വന്നത്. അച്ചുവേട്ടാ, എന്തോ? അവൻ വല്ലാത്തൊരു ഈണത്തിൽ വിളി കേട്ടു. എൻ്റെ കണ്ണ, കടുവയ്ക്ക് ഇന്നെന്തോ പറ്റിയിട്ടുണ്ട്, അവൾ മനസ്സിൽ പറഞ്ഞു. അതെ, ഞാൻ മാറ്റിയെടുക്കാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഒന്ന് എടുത്തു തരുമോ? ഓ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആനി, നീ ഇങ്ങ് പോരെ. കണ്ണിൽ കുസൃതി ഒളിപ്പിച്ച് ചുണ്ടിൽ അരയും മയക്കുന്ന ചിരിയോടെ ഫോണിൽ നോക്കി അവൻ അവളോട് പറഞ്ഞു. അയ്യേ, വൃത്തികേട് പറയാതെ എടുത്തതാ അച്ചുവേട്ടാ. പ്ലീസ്, എൻ്റെ അച്ചുവേട്ടനല്ലേ? അതേല്ലോ, നിൻ്റെ അച്ചുവേട്ടൻ തന്നെയാ. ഇതാ, ഈ ഡ്രസ്സിട്ട് വേഗം വാ. അവനൊരു ഡ്രസ്സ് എടുത്ത് ഡോറിന് പുറത്തേക്ക് നീട്ടിയ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതിൻ്റെ സാരി എവിടെ? അതൊന്നും വേണ്ട, നീ കിട്ടിയതിട്ടിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ വരില്ല. എന്നാൽ ഇന്ന് രാത്രി മുഴുവൻ അവിടെ നിന്നോ. അച്ചുവേട്ടാ, അവൾ ചിണുങ്ങിക്കൊണ്ട് അവനെ ഒന്നുകൂടെ വിളിച്ചു. ഞാൻ ബാൽക്കണിയിലുണ്ടാവും, നീ ഇങ്ങോട്ട് വന്ന് ഡ്രസ്സ് മാറ്റിക്കോ. ഓക്കെ. കുറച്ചു നേരം കഴിഞ്ഞതും ഈശാനി മെല്ലെ റൂമിലേക്ക് വന്ന് സാരി ഉടുത്തു. നെറുകയിൽ സിന്ദൂരവും ചാർത്തി മെല്ലെ ബാൽക്കണിയിലേക്ക് നോക്കി. ആയുഷ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇരുട്ടിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളിലാണ് അവൻ്റെ ശ്രദ്ധ. പെട്ടെന്നാണ് ഈശാനി അത് ശ്രദ്ധിച്ചത്. സാധാരണ അടച്ചിടുന്ന ആ ഡോർ ഇന്ന് തുറന്നിട്ടുണ്ട്. വിടർന്ന കണ്ണുകളോടെ അവൾ അങ്ങോട്ടേക്ക് നടന്നു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? അവൻ്റെ അടുത്തേക്ക് പോകാതെ റൂമിൽ തന്നെ നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു. അവളെ നോക്കാതെ തന്നെ അവൻ അവളെ അകത്തേക്ക് വിളിച്ചു. ഈശാനി സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ അവിടെ അലങ്കരിച്ച ആ വൈറ്റ് ക്രിസ്റ്റൽ കല്ലുകളിൽ തൊട്ടുനോക്കി. രാത്രിയിൽ ഉള്ളതിനേക്കാൾ ഭംഗി പകൽ സൂര്യരശ്മികൾ ആ കല്ലിൽ പതിച്ച് ചിന്നിച്ചിതറുമ്പോഴാണെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നായിരുന്നു അവിടുത്തെ ലൈറ്റ് അണഞ്ഞത്. പകരം പല നിറങ്ങൾ തിളങ്ങുന്ന ലൈറ്റ് തെളിഞ്ഞു. ആ നിറങ്ങളെല്ലാം ആ കല്ലിൽ തട്ടി തെളിയുന്നു. അവളുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു. അവൾ ആയുഷിനെ ഒന്ന് നോക്കി. അവനും അവളെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ്റെ കൈകൾ അവൾക്ക് നേരെ നീണ്ടു. ഈശാനി സംശയത്തോടെ അവൻ്റെ കയ്യിൽ അവളുടെ കൈ വെച്ചു. മെല്ലെ അവൻ അവളെ അവൻ്റെ മടിയിലിരുത്തി. കൈകൾ സാരിക്കിടയിലൂടെ അവളുടെ വെളുത്ത് ചുവന്ന പഞ്ഞുപോലെ മൃദുവായ വയറിൽ പതിഞ്ഞു. അവൻ്റെ ദൃഢമായ കൈകൾ നഗ്നമായ ഇടുപ്പിൽ പതിഞ്ഞു. അവളൊന്ന് വിറച്ചു. എന്തോ ഉള്ളിൽ ഒരു ആളലായിരുന്നു അവൾക്ക്. അറിയാതെ തന്നെ അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ മുറുകി. ആനി, ഇവിടെ ഇഷ്ടമായോ നിനക്ക്? നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ പതിയെ അവളോട് ചോദിച്ചു. ഒരുപാട് ഇഷ്ടമായി. എന്ത് രസമാണ് കാണാൻ. ഇതെന്തിനാ എപ്പോഴും അടച്ചിടുന്നേ? ഇവിടെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇരിക്കാറുള്ളൂ. ഒരുപാട് സന്തോഷം തോന്നുമ്പോൾ, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ. ഈ രണ്ടു നേരത്തും ഇവിടെ വന്ന് ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ ഒരു ആശ്വാസമാണ്. അവൻ ചാരിയിരുന്ന് കണ്ണടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഈശാനിയും മെല്ലെ അവൻ്റെ മേൽ ചാഞ്ഞു. ആയുഷ് ഒന്നുകൂടെ ഇറുകെ പിടിച്ചു അവളെ. ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ? അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ ആയുഷ് ഒരു പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി. പറയേ അച്ചുവേട്ടാ, അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. സന്തോഷമാണ് പെണ്ണെ, അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. ഈശാനി അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. ആനി, ഇന്ന് തുടങ്ങാം നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ ആരംഭം. എല്ലാ അർത്ഥത്തിലും. ഈ ആയുഷിൻ്റെ പാതിയാവാൻ സമ്മതമാണോ പെണ്ണെ നിനക്ക്? അതോ ഇനിയും ഞാൻ കാത്തിരിക്കണോ? അവളുടെ കണ്ണുകളിൽ നോക്കി അടങ്ങാത്ത പ്രണയത്തോടെ സ്വകാര്യമായി അവളോടവൻ ചോദിച്ചു.